ഞാൻ ഈ വാക്യത്തിലേക്ക് മടങ്ങി വരുന്നു. ദൈവവചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു സഭയാകിയാൽ ദൈവവചനത്തിൻ്റെ ചിന്തകളെ പങ്കിട്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വചനവുമായി യാത്ര ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. യാക്കോബിൻ്റെ ലേഖനം ഏറെ വ്യത്യസ്തമായൊരു ലേഖനമാണ്. ഈ ലേഖനത്തിൽ നിരവധി സവിശേഷമായ ചിന്തകളുണ്ട്. എൻ്റെ പ്രിയരെ, ഞാൻ നിങ്ങളോട് രാവിലെ സൂചിപ്പിച്ചു പൗലോസിൻ്റെ പത്രോസിൻ്റെ ലേഖനങ്ങൾ എഴുത്തുകളുടെ പ്രത്യേകത. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ പ്രത്യേകതയും ഒറ്റ വാക്കിൽ പരിചയപ്പെടുത്തി മുന്നോട്ട് പോകാം. യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് മുന്നോട്ട് വെക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രവൃത്തിയാലുള്ള നീതീകരണമാണ്. പ്രവൃത്തിയാലുള്ള നീതീകരണം. അപ്പോൾ തന്നെ പൗലോസ് മുന്നോട്ട് വെക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തിന് പ്രതിഭാസ വിരോധമായിട്ടല്ല യാക്കോബ് സംസാരിക്കുന്നത്. കാരണം യാക്കോബ് പറയുന്ന ഒരു വാക്യമുണ്ട്, വിശ്വാസമില്ലാത്ത പ്രവൃത്തിയും പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാണ്. അപ്പോൾ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, വിശ്വാസമില്ലാത്ത പ്രവൃത്തി എന്താണ്? നിർജീവമാണ്. അബ്രഹാം വിശ്വസിച്ച് ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. ദൈവം അവനത് നീതിയായി കണക്കിട്ടു. അവൻ വിശ്വസിച്ച അബ്രഹാം തൻ്റെ പിതൃദേശം വിട്ടു, പാരമ്പര്യങ്ങൾ വിട്ടു, കുടുംബം വിട്ടു, സകലതും വിട്ടിറങ്ങി. അതാണ് പ്രവൃത്തി. വിശ്വസിച്ച് ഇറങ്ങി. ആ പ്രവൃത്തി തനിക്ക് നീതീകരണത്തിലേക്ക് നടത്തി. അതുപോലെ ഇവിടെ യാക്കോബ് പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ പോരാ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായൊരു പ്രവൃത്തിക്ക് ആധാരമായൊരു വിശ്വാസം നമുക്ക് അനിവാര്യമാണ്. ഈ ഏറ്റവും ഉന്നതമായ ചിന്തയാണ് യാക്കോബ് തൻ്റെ ലേഖനത്തിലൂടെ വിഭാവനം ചെയ്യുന്നത്. പ്രിയരെ, പുതിയ നിയമത്തിൽ ഏകദേശം 4 യാക്കോബുമാരെ കാണാൻ സാധിക്കും. അതിൽ ഈ യാക്കോബ് യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരിൽ ഒരുവനായ യാക്കോബാണ്. പക്ഷേ തൻ്റെ ലേഖനത്തിൽ ഒരിടത്ത് പോലും യാക്കോബ് പറഞ്ഞിട്ടില്ല, ആമേൻ, ഞാൻ യേശുക്രിസ്തുവിൻ്റെ സഹോദരനാണ്. നമ്മളാണെങ്കിൽ ഈ ലേഖനം മൊത്തം എഴുതുന്നത് യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ ഞാൻ ഇങ്ങനെ എഴുതിയാണ്. പക്ഷേ യാക്കോബ് ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല ഞാൻ ആരുടെ സഹോദരനല്ല, യേശുവിൻ്റെ സഹോദരനാണെന്ന് ഒരിടത്ത് പോലും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. പിന്നെ യാക്കോബ് 1-ാം വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും ദാസനാണ്. പ്രൈസ് ദ ലോർഡ്. സഹോദരൻ എന്ന് പറയുന്നതിനേക്കാൾ ഇഷ്ടം തനിക്ക് ദാസൻ എന്ന് പറയാനാണ്. ആ ദാസൻ എന്ന് പറയുന്നത് വെറും വാക്കുകളല്ല, അതിനകത്ത് ഒത്തിരി മൂല്യങ്ങളുണ്ട്, അതിനകത്ത് ഒത്തിരി ക്രാന്തികമായ ദർശനങ്ങളുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ആരുടെ ദാസനല്ല? ക്രിസ്തുവിൻ്റെ ദാസനല്ല. അപ്പോൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ ദാസനല്ല എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നൊരു ജീവിതമായിരിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുന്നവനെ കുറിച്ച് വചനം പറയുന്നു, അവൻ ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും ദാസനാണ്. അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും ദാസനെന്ന് പങ്കുവെക്കുന്ന യാക്കോബ്, നിങ്ങൾ ഈ ലേഖനം മുഴുവൻ പരിശോധിക്കണം, മറ്റ് ലേഖനങ്ങൾ പരിശോധിക്കണം. 16-ലധികം പ്രാവശ്യം യാക്കോബ് ഓരോ വിഷയത്തിലും എഴുതുകയാണ്, സഹോദരന്മാരെ. അവൻ ഇങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് താൻ ഓരോ വിഷയങ്ങൾ അവരുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചത്. അവൻ നിരവധി ആധ്യാത്മിക ചിന്തകൾ, നിരവധി പഠനങ്ങൾ, ആമേൻ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും മാർമികമായ രഹസ്യങ്ങൾ, തുറന്ന വെളിപ്പാടുകളായി ക്രിസ്തു വെളിപ്പാടുകൾ, സ്വർഗീയമായ ദർശനങ്ങളുടെ ഏറ്റവും മൂല്യങ്ങൾ യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ആമേൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 5 അധ്യായങ്ങളിലായി 89 വാക്യങ്ങളിലായി വളരെ ഭംഗിയായിട്ട് യാക്കോബ് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിൽ 4-ാം അധ്യായത്തിൽ ഞാൻ പകൽ ചൂണ്ടിക്കാണിച്ചു, ഏകദേശം 6ഓളം ചോദ്യങ്ങളുള്ള ആമേൻ 4-ാം അധ്യായം. 1-ാം വാക്യത്തിൽ 2 ചോദ്യങ്ങൾ, 4-ാം വാക്യത്തിൽ 1 ചോദ്യം, 5-ാം വാക്യത്തിൽ 2 ചോദ്യം, 12-ാം വാക്യത്തിൽ 1 ചോദ്യം, 6 ചോദ്യങ്ങൾ. ഈ 6 ചോദ്യങ്ങൾ ഉള്ള 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വളരെ വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ സഞ്ചരിച്ച് 7-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ യാക്കോബ് പറയുന്നു, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, എന്നാൽ പിശാചിനോട് എതിർത്തു നിൽപ്പിൻ. അപ്പോൾ ആർക്ക് കീഴടങ്ങണം? ദൈവത്തിന് കീഴടങ്ങണം. ആരോട് എതിർക്കണം? പിശാചിനോട് എതിർക്കണം. എങ്ങനെ ദൈവത്തിന് കീഴടങ്ങും?
എങ്ങനെയാണ് ദൈവത്തിന് കീഴടങ്ങുന്നത്? പ്രിയരെ, നമ്മളിങ്ങനെ വചനം പഠിക്കാറുണ്ട്. ഭാര്യ ഭർത്താവിന് എന്ത് ചെയ്യണം? കീഴടങ്ങണം. അപ്പോൾ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഭർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് മനഃപൂർവമായി ഭർത്താവിന് വിധേയപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞാൽ, നിങ്ങളെ നയിക്കുന്ന പാസ്റ്റർക്ക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? കീഴടങ്ങിയിരിക്കുന്നു. നിങ്ങളെ നയിക്കുന്ന പാസ്റ്റർ നിങ്ങളുടെ മുൻപിലുണ്ട്. അദ്ദേഹം കമാൻഡ് ചെയ്യുന്നത് ദൈവിക അരുളപ്പാടുകൾ, ദൈവിക ആലോചനകൾ, ദൈവിക അഭിഷേകം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളോട് കമാൻഡ് ചെയ്യുമ്പോൾ നിങ്ങളത് അനുസരിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു. പ്രത്യക്ഷമായി നിങ്ങളുടെ മുൻപിൽ കർത്തൃദാസനുണ്ട്, നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു. ഇതുപോലെ നിങ്ങൾ ദൈവത്തിന് എങ്ങനെ കീഴടങ്ങും? ദൈവത്തിന് കീഴടങ്ങാൻ പ്രത്യക്ഷമായി ദൈവം നമ്മുടെ മുൻപിൽ ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ വിശ്വാസത്താലാണ് നാം ദൈവത്തെ അറിയുന്നത്. അപ്പോൾ വിശ്വാസത്താൽ നാം അറിയുന്ന ദൈവത്തിന് നമ്മൾ എങ്ങനെ കീഴടങ്ങിയിരിക്കും? വചനം ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആദിയിലുണ്ടായിരുന്ന വചനം, ദൈവത്തോടു കൂടെയായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം അക്ഷരങ്ങളായി അറിവായി നമുക്ക് ലഭിച്ചപ്പോൾ ഈ വചനം എന്തു പറയുന്നോ അതനുസരിക്കുന്ന വ്യക്തി ദൈവത്തിന് കീഴടങ്ങുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം എന്തു സംസാരിക്കുന്നോ അതിനെ മറുതലിക്കാതെ അതിന് വിധേയപ്പെടുന്നവർ ദൈവത്തിന് കീഴടങ്ങുന്നവരാണ്. എത്ര പേര് സ്തോത്രം ചെയ്യാൻ മനസ്സുണ്ട്? ഹല്ലേലൂയ. വചനം പറയുന്നത് എന്തോ ഒരു ഭോഷനെ പോലെ വിശ്വസിക്കാൻ, വചനം പറയുന്നത് എന്തോ ഒരു പൊട്ടനെ പോലെ ഏറ്റെടുക്കാൻ, വചനം പറയുന്നത് എന്തോ അതങ്ങനെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ കീഴടങ്ങുന്നത് ദൈവത്തിന്റെ മുൻപിലാണ്. നിങ്ങൾ കീഴടങ്ങുന്നത് ഈ ദൈവത്തിന്റെ മുൻപിലാണ്. നിങ്ങൾ കീഴടങ്ങുന്നത് ദൈവത്തോടാണ്. ആ ദൈവത്തോട് കീഴടങ്ങുന്നവനെ തകർത്ത് തരിപ്പണമാക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ആമേൻ. ദൈവത്തിന് കീഴടങ്ങുന്നവനെ അവൻ തകർത്തില്ലാതാക്കുന്നവനല്ല. കീഴടങ്ങുന്നവനെ ശക്തീകരിച്ച് അർക്കമസിയ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ നാളിതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത, നാളിതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഏറ്റവും ശക്തിയോടെ നിന്നെ എഴുന്നേൽപ്പിക്കും. പിശാചിനോട് എതിർക്കാൻ ഇന്ന് രാത്രി ആ ശക്തി ആർജിക്കാൻ ഒറ്റ വഴി, അവൻ ദൈവത്തിന് കീഴടങ്ങുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കീഴടങ്ങണം. ദൈവത്തിന് കീഴടങ്ങുന്നവൻ ആമേൻ എഴുന്നേൽക്കുന്നത് ദൈവശക്തി ആർജിച്ചുകൊണ്ട്. സ്വതന്ത്രം. അവർ പിശാചിനോട് എതിർത്താൽ പിശാച് നിങ്ങളെ വിട്ട് തന്ത്രത്താൽ ഓടിപ്പോകത്തില്ല കേട്ടോ. കഴിവ് കൊണ്ടൊന്നും ഓടിപ്പോകത്തില്ല. മനുഷ്യന്റെ കായബലം കൊണ്ടൊന്നും സാത്താൻ ഓടത്തില്ല. സാത്താൻ ഓടണമെങ്കിൽ, സാത്താൻ നിന്നെ തൊടാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിന് കീഴടങ്ങണം. ദൈവത്തിന് കീഴടങ്ങി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ തകർക്കാൻ പിശാചിന് കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് പിശാച് കടന്നു വന്നു. പിശാച് പറയുന്നത്, നീ അവനുള്ള സകലത്തിനും എന്തിരിക്കുന്നു? വേലി കെട്ടിയിരിക്കുന്നു. തൊടാൻ പറ്റുന്നില്ല. ദൈവം അനുവദിക്കാതെ തൊടാൻ കഴിയില്ലെന്നേ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ദൈവം എനിക്ക് ചുറ്റും ഒരു സംരക്ഷണമുണ്ട്. അവൻ വേലി കെട്ടി സൂക്ഷിക്കുന്ന ദൈവമാണ്. അവൻ അറിയാതെ നമ്മുടെ തലയിലെ ഒരു മുടിനാര് പോലും പൊഴിയുന്നില്ല. അതുകൊണ്ട് നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. യാത്രകളിൽ സൂക്ഷിക്കുന്ന, ജീവിതത്തിൽ സൂക്ഷിക്കുന്ന, ഓരോ ചുവടുകളെയും സൂക്ഷിക്കുന്ന സർവശക്തൻ നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ആലയത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി മൗനമായിരിക്കരുത്. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ആ ദൈവത്തിന് ഇന്ന് രാത്രി ആരാധന കൊടുക്കാൻ കഴിയുന്നവർ ശബ്ദമുയർത്തി ചില മിനിറ്റുകൾ ശക്തിയോടെ ആ കരങ്ങളൊന്ന് അടിച്ചു വായി തുറന്ന് അന്യഭാഷകളിൽ ആരാധിക്കാൻ കഴിയുന്ന ദൈവജനം ഈ രാത്രി ശക്തിയോടെ വചനം പറയുന്നു, നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. അതുകൊണ്ട് നിങ്ങൾ അവൻ എന്ത് ചെയ്യരുത്? ഇടം കൊടുക്കരുത്. സ്വതന്ത്രം. ഇടം കൊടുക്കരുത്. ദൈവവചനത്തിന്റെ ശക്തമായ മുന്നറിയിപ്പാണ്. നിങ്ങൾ അവന് ഇടം കൊടുക്കരുത്. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ പിശാച് അകത്തു കയറാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇടം കൊടുക്കരുത് ഒരു കാരണവശാലും.
സ്തോത്രം. കാരണം എന്തെന്നറിയാമോ? മത്തായി സുവിശേഷം 13-ാം അധ്യായം 25-ാം വാക്യം ഒന്ന് വായിച്ചേ. മത്തായി സുവിശേഷം 13:25 മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ആരുറങ്ങുമ്പോഴാണ്? മനുഷ്യർ ഉറങ്ങുമ്പോൾ സ്വതന്ത്രം അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചിട്ട് എന്ത് ചെയ്തു? പോയി കളഞ്ഞു. അതുകൊണ്ട് എന്തോ ചെയ്യരുത്? മതി. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഉറങ്ങരുത്. അതുകൊണ്ട് എന്തോ ചെയ്യരുത്? ഉറങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങിയാൽ അവൻ വന്ന് എന്ത് ചെയ്യും? കള വിതയ്ക്കും. ഞാൻ ശാരീരികമായ ഉറക്കത്തെക്കുറിച്ചല്ല പറയുന്നത്. എന്നാൽ പോലും നിങ്ങൾ വചനം ഒന്ന് നോക്കണം. ഈ അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ സഭാചരിത്രത്തിൽ ആമേൻ അപ്പോസ്തലന്മാരുടെ ചരിത്രം, സഭാചരിത്രം, അത്ഭുതങ്ങളുടെ ചരിത്രം, വീര്യപ്രവൃത്തികളുടെ ചരിത്രം, ഈ ചരിത്രം രേഖപ്പെടുത്തിയതിനകത്ത് ഉറങ്ങിയ ചരിത്രവും കൂടെ എഴുതി വെച്ചു. സ്തോത്രം. അപ്പൊ സഭാചരിത്രത്തിൽ ഏത് ചരിത്രമുണ്ട്? പറഞ്ഞേ. ഉറങ്ങിയ ചരിത്രവും ഉണ്ട്. ഉറങ്ങിയവരുടെ പിതാവായിട്ട് അവിടെ കാണുന്ന ആരെയാ? പറഞ്ഞു. എന്തിനു പഠിക്കുന്നേ? പേരെന്നാ? യൂത്തിക്കോസ്. പുള്ളി വാതിൽ ഇങ്ങനെ ഇരിക്കുക. ചിലരങ്ങനെ വാതിലേ, ചിലർക്ക് ഇഷ്ടമുള്ള കസാരയിലേ. ഞങ്ങളുടെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചത്തെ ആരാധന ഒരു സുഖമില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയാച്ചാ? അത് ഞാൻ എന്നും ഇരിക്കുന്ന കസേരയിൽ ഇരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആരാധന എന്തോ ഇതില്ല. സ്വതം അതേത് ആത്മാവാന്ന് എനിക്കറിയില്ല. എവിടെ ഇരുന്നാലും നീ ഇരിക്കുന്നിടത്തിറങ്ങി വരുന്നൊരു ദൈവസാന്നിധ്യമുണ്ട്. ഒരുക്കമുണ്ടെങ്കിൽ ഏത് മൂലയിലിരുന്നാലും തമ്പുരാൻ നിന്നെ പൊക്കിയെടുക്കുവന്നേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യൂത്തിക്കോസിന് മൂലയിൽ ഇങ്ങനെ ഇരുന്ന് വാതിലിരുന്ന് ഉറങ്ങിയ പുള്ളി വാതിലേ ഇരിക്കത്തുള്ളൂ. സ്വതം ഇരുന്നുറങ്ങി. സംഭവിച്ചത് വീണ്, അറിയാമല്ലോ. ആമേൻ. യോഗം അവിടെ വെച്ച് നിർത്തി. ഫ്യൂണറൽ സർവീസ് നടന്നില്ല. പിന്നെ അവരെ ജീവൻ വെപ്പിച്ച് അകത്ത് കൊണ്ടുവന്ന് വീണ്ടും ശുശ്രൂഷ ആരംഭിച്ചു. ഞങ്ങളിപ്പോൾ അടുത്ത വഴിയെ നോക്കത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് എന്തോ ചെയ്യരുത്? ഉറങ്ങരുത്. ഞാൻ ഈ ഭാഗത്തോട്ട് വന്നപ്പോൾ രസകരമായൊരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്. സാധാരണ ചർച്ചിൽ മിക്കവാറും ഉള്ളിടത്തൊക്കെ പല മേഖലകളിൽ അകത്ത മീറ്റിങ്ങിന് പോലും ഒരു 10,000 വാട്ട്സ് ഒരു തിരുവനന്തപുരം ശൈലിയാണത്. ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ ഇതുപോലെ 10,000 വാട്ട്സ് ഉണ്ട്. അതിൻ്റെ ചുവട്ടിലൊരു കൊച്ചു കിടന്ന് ഭയങ്കര ഉറക്കം. 3-4 വയസ്സേ ഉള്ളൂ. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവൻ്റെ മമ്മി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ ഈ കുഞ്ഞ് ഇതിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങി? ആ മമ്മി എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു പാസേ, അവൻ വീട്ടിൽ ഉറങ്ങത്തില്ല, ഇവിടെ വന്ന് ഈ ശബ്ദം കേട്ടാലേ ഉറങ്ങത്തുള്ളൂ. സ്വതന്ത്രം. ഞാൻ ചിന്തിച്ചു, ഇവൻ സഭയ്ക്കകത്ത് വളർന്നു വന്നാൽ ഉറങ്ങി ഇവൻ്റെ ഊപ്പാട് വരും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെ, സഭാചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ പ്രവൃത്തി പുസ്തകത്തിനകത്ത് ഉറങ്ങിയവൻ്റെ ചരിത്രവും കൂടെ രേഖപ്പെടുത്തി. നിങ്ങൾ ആമേൻ ഒന്ന് മനസ്സിലാക്കണം. ആമേൻ. ഇവിടെ ഈ കേവലം ഉറക്കത്തെക്കുറിച്ച്, ശാരീരികമായ ഉറക്കത്തെക്കുറിച്ചല്ല നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുന്നത്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ്, ആമേൻ, നിങ്ങൾ ഉറങ്ങുമ്പോൾ. ഏതാണ് ആ ഉറക്കം? എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആമേൻ, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പോൾ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന്. ആരായും മരിച്ചവർ? ആരാ മരിച്ചവർ? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ജീവനോടിരിക്കുന്നവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാണ്. പേര് ജീവനുണ്ടെന്നാ, പക്ഷെ അവസ്ഥ എന്താ? മരിച്ച. അപ്പോൾ ഒരു പേഴ്സണൽ 2 അവസ്ഥകൾ. ഒന്ന് ജീവൻ, മരണം. ജീവനോടിരിക്കുന്ന പേരുണ്ട്, പക്ഷെ മരിച്ച അവസ്ഥ. എൻ്റെ പ്രിയരെ, ഏതാണ് ആ മരിച്ച അവസ്ഥ? എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ, അപ്പോൾ രക്ഷിക്കപ്പെടാത്ത സകല മനുഷ്യരും ആത്മീകമായി മരിച്ചവരാണ്. ക്രിസ്തു രഹിതരെന്ന് പറയുന്ന ഈ കൂട്ടർ ആത്മീകമായി മരിച്ചവരാണ്. ആത്മീകമായി മരിച്ചവർക്കിടയിൽ ജീവൻ പ്രാപിച്ച നീ ഉറങ്ങിപ്പോകരുത്. അവൻ അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ
പകരും. ആമേൻ. പൊതുവായി അന്ത്യകാലത്തിന്റെ ഉണർവ് തിരുവെടുത്ത് പറയുമ്പോൾ സഭയുടെ ലക്ഷണം ആത്മീക മയക്കമാണ്. കന്യകമാർ 10 പേരും ഉറങ്ങിപ്പോയി. ആമൻ. വിളക്കിൽ ആമൻ എണ്ണ കരുതിയവർ പോലും ഉറങ്ങിപ്പോയി. എൻ്റെ പ്രിയരെ, ഉറക്കം, ആത്മീക മയക്കം സഭയ്ക്കകത്ത് കടന്നുകൂടിയിരിക്കുമ്പോൾ ജയോത്സവം വർഷിപ്പ് സെന്ററിലെ ദൈവജനത്തോട് ഈ 19ാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ആത്മീക മയക്കമകത്ത് പിടിക്കരുത്. എത്ര പേർക്ക് ഇതിന് ശക്തിയോട് ആമേൻ പറയാൻ സാധിക്കും? ആത്മീക മയക്കമകത്ത് പിടിക്കരുത്. ആമേൻ. കുറഞ്ഞുപോയ പ്രാർത്ഥന ഇന്ന് രാത്രി ഒന്ന് മടങ്ങി വരണം. അഭിഷേകത്തിലേക്കൊന്ന് മടങ്ങി വരണം. ദൈവകൃപയിലേക്കൊന്ന് മടങ്ങി വരണം. വചന ധ്യാനത്തിലേക്കൊന്ന് മടങ്ങി വരണം. ആ പഴയ ആത്മീക ഉത്സാഹത്തിലേക്കൊന്ന് മടങ്ങി വരണം. എവിടെയോ കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുന്നത്, എവിടെയോ കെട്ടടങ്ങിക്കൊണ്ടിരിക്കുന്ന മണ്ഡലത്തെ ഇന്ന് രാത്രി ഒന്ന് കത്തിച്ചു കയറാൻ, ഒന്ന് ആത്മാവിൽ കത്തിക്കയറാൻ പരിശുദ്ധാത്മാവ് നിനക്കു നേരെ വിരൽ ചൂണ്ടുന്നത്. കൃപ, കൃപ, കൃപ. പെന്തക്കോസ്തിന്റെ ചരിത്രം പ്രാർത്ഥിച്ചു മുന്നേറിയ ചരിത്രമാണ്. പെന്തക്കോസ്തിന്റെ ചരിത്രം അഭിഷേകത്തിന്റെ ചരിത്രമാണ്. പെന്തക്കോസ്തിന്റെ ചരിത്രം മുട്ടിന്മേൽ പ്രാർത്ഥിച്ചു വിടുതൽ നേടിയ ചരിത്രമാണ്. ഇന്ന് രാത്രിയിൽ അൽഖമസിയാന് കേവലം ഒരു ഉഴപ്പായി പോകാനല്ല, കേവലം ഒരു പെന്തക്കോസ്ത് ജീവിതമല്ല, കേവലം ഒരു പെന്തക്കോസ്ത് എന്ന ലേബലല്ല. ഇന്ന് രാത്രി യഥാർത്ഥ പെന്തക്കോസ്തിലേക്ക് നീ ഒന്ന് കയറി വാ. നിന്നെ കത്തിക്കാൻ സ്വർഗത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീകമായി മയക്കം പിടിക്കരുത്. മയങ്ങിപ്പോയാൽ ശത്രു വന്ന് എന്തോ ചെയ്യും? കള വിതയ്ക്കും. ശത്രുവിന് അപ്പോൾ ഏറ്റവും ഇഷ്ടം നമ്മുടെ മയക്കമാണ്. സ്തോത്രം. ദൈവസന്നിധിയിൽ വന്നാൽ സ്തോത്രം പറയണം, ദൈവത്തെ ആരാധിക്കണം. ആമേൻ. സ്തുതിക്കുന്ന നേരുള്ളവർക്ക് ഉചിതമല്ലോ. സ്തുതിക്കുന്ന നേരുള്ളവർക്ക് ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ ബാല്യത്തിൽ ഒരാഴ്ചയോളം ആമേൻ പാരലൈസായിട്ട് ഒരു ബെഡിൽ കിടന്നവനാണ് ഞാൻ. അന്ന് എൻ്റെ അടുത്ത് വന്ന് ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ, അദ്ദേഹം ഒരു ഡ്രൈവറായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ, ഞാൻ പ്രവാചകനോ പ്രവാചക ശിഷ്യനോ അല്ല, എങ്കിലും നിന്റെ നാമം വിടുവിക്കപ്പെടേണ്ടതിന് ഈ പൈതലിനെ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കണം. അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ബെഡിൽ എഴുന്നേറ്റിരുന്നു. ആമേൻ. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, മോനെ സ്തോത്രം പറ, നിന്റെ നരിയാണി ഉറയ്ക്കാൻ പോവുകയാ. ഹല്ലേലൂയ. അന്ന് സ്തോത്രം ചെയ്ത് ബലപ്പെട്ട് കയറിയതാ. ഈ രാത്രി ദൈവപൈതലെ നീ സ്തോത്രം പറഞ്ഞാൽ നിന്റെ ശരീരത്തിന്റെ മേൽ വിടുതൽ, നിന്റെ ആത്മീക ജീവിതത്തിന്റെ മേൽ വിടുതൽ. ഈ സ്തോത്രത്തിന് പവറുണ്ട്. ഈ രാത്രി സ്തോത്രത്തിന് പവറുണ്ട്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാ. നീ പറയുന്ന സ്തോത്രം അവൻ ഈ ദേശത്തിന്റെ അന്ധകാര വ്യാപാര മണ്ഡലങ്ങളെ തകർക്കുന്നതാണ്. നീ സ്തോത്രം ചെയ്യുമ്പോൾ ഇരുളിന്റെ ആധിപത്യങ്ങളെ തകർക്കുന്ന വിധത്തിൽ സകല അന്ധകാര ശക്തികളുടെ പോർവിളികളെ ഭയപ്പെടുത്തുന്ന ദേശത്തിന്റെ ആധിപത്യങ്ങളെ ഇന്ന് രാത്രിയിൽ അതിനെ വിള്ളൽ കൊണ്ടിടുന്ന സ്തോത്രത്തിന്റെ ശബ്ദം ഉയരട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആത്മീകമായി ക്ഷീണിച്ചു പോകരുത്. ആത്മീകമായി ക്ഷീണിച്ചു പോകരുത്. ശരീരം കൊണ്ട് ക്ഷീണിച്ചാലും അകത്ത മനുഷ്യൻ ബലപ്പെട്ടിരിക്കണം. അകത്ത മനുഷ്യനിൽ ബലപ്പെട്ടിരിക്കണം. സ്തോത്രം, സ്തോത്രം. പുറമെയുള്ള മനുഷ്യനെ അല്ല, അകത്ത മനുഷ്യൻ. ആമേൻ. വചനം ഇങ്ങനെ പറയും, നിങ്ങൾ പുറത്തെ മനുഷ്യനെ എന്തോ ചെയ്യണം? ഉരിഞ്ഞു കളയണം. പുറത്തെ മനുഷ്യൻ ക്രൂശിക്കപ്പെടണം. പുറത്തെ മനുഷ്യനെ കുഴിച്ചിടപ്പെടണം. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക എന്നുള്ളത് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഭാഗം, പഴയ വസ്ത്രം മാറി പുതിയ വസ്ത്രം ഉടുക്കുന്നത് പോലെ പഴയ ആ മനുഷ്യനെ നമ്മൾ എന്തോ ചെയ്യണം? ഉരിഞ്ഞു കളയണം. ചിലരിന്ന് പഴയ മനുഷ്യന്റെ പുറത്ത് പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് നടക്കുക. സ്വതന്ത്രം. പഴയ മനുഷ്യന്റെ പുറത്ത് പറഞ്ഞേ,
എങ്ങനെയാ പഴയ മനുഷ്യൻ്റെ പുറത്ത് പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് നടക്കുന്നേ? സ്വന്തം ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെയൊക്കെ വീട്ടിൽ പില്ലോ ഉണ്ടല്ലോ, ഇല്ലേ? തലയണയില്ലേ? സഹോദരിമാരല്ലേ ആ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നേ? ഒന്ന് പറഞ്ഞേ. സ്വത്രം. ഒരു ഗസ്റ്റ് വന്നാൽ ആ കവർ അങ്ങോട്ട് എടുത്ത് മാറ്റും, പുതിയൊരു കവറിടും. ഇപ്പോൾ പുള്ളി ആരായി? ആമേൻ. പുതിയ കവറിനകത്ത് കിടക്കുന്ന പുള്ളിയോ? അയ്യോ, ഒന്ന് മാറ്റി ഇതിലാണോ തല വെച്ചെന്ന് തോന്നിപ്പോവും. അത്ര വലിയ പുള്ളി ഒറ്റ കവർ കൊണ്ട് നമ്മൾ ആരാക്കി? സ്വത്രം. ഇതുപോലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാതെ അതിൻ്റെ പുറത്ത് പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് അവസരം ഒത്തുവരുമ്പോൾ ഈ പുള്ളി പുറത്തിയാടും. സാഹചര്യം ഒത്തുവരുമ്പോൾ ഈ പുള്ളി പുറത്തിയാടും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. അവൻ ഈ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിക്കട്ടെ, അകത്ത മനുഷ്യന് നീ ബലപ്പെട്ട് കയറണം. എത്ര പേര് സ്വോത്രം ചെയ്യാൻ മനസ്സുണ്ട്? അകത്ത മനുഷ്യനിൽ ബലപ്പെട്ട് കയറണം. അകത്ത മനുഷ്യന് ക്ഷീണം സംഭവിക്കരുത്. അകത്ത മനുഷ്യൻ രോഗിയാകരുത്. അകത്ത മനുഷ്യൻ രോഗിയാകരുത്. അകത്ത മനുഷ്യന് നീ ശക്തിപ്പെട്. ഓ ജീസസ്. അകത്ത മനുഷ്യനിലൊന്ന് ബലപ്പെടാൻ ഉപവാസ പ്രാർത്ഥനകൾ. അകത്ത മനുഷ്യനിൽ ബലപ്പെട്ട് കയറാനാ ഉപവാസ പ്രാർത്ഥനകൾ. അകത്ത മനുഷ്യന്റെ പുതുക്കം സംഭവിക്കാൻ ഉപവാസ പ്രാർത്ഥനകൾ. എവിടെയൊക്കെയോ ക്ഷീണിച്ചു പോയ മേഖലകളെ ഇന്ന് രാത്രി പണിതെടുക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ എത്ര പേര് ആമേൻ പറഞ്ഞ് ദൂതറ്റെടുക്കാൻ മനസ്സുണ്ട്? അവർ ശക്തിയോടെ ചില മിനിറ്റുകൾ കർത്താവിന് ഇന്നു രാത്രി ആരാധന. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഉറങ്ങിയാൽ ശത്രു വന്ന് എന്ത് ചെയ്യും? കള വിതയ്ക്കും. ശത്രു കള വിതയ്ക്കുന്നത് വ്യക്തിയിൽ കള വിതയ്ക്കും, കുടുംബത്തിൽ കള വിതയ്ക്കും, സഭയിൽ കള വിതയ്ക്കും. അവൾ വ്യക്തിയിൽ കള വിതയ്ക്കും, കുടുംബത്തിൽ കള വിതയ്ക്കും, സഭയിൽ കള വിതയ്ക്കും. ഒന്ന് വായിച്ചേ, മത്തായി സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിച്ചേ. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ട് പോ, മതി. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറയുക, സാത്താനെ എന്നെ വിട്ട് പോ. സ്തോത്രം. നമ്മളാണെങ്കിൽ ആരെ ആദ്യം പുറത്താക്കും? പത്രോസിനെ പുറത്താക്കും. സ്തോത്രം. പത്രോസിനെ അല്ല പുറത്താക്കേണ്ടത്, പത്രോസിന്റെ പിൻപിലൊരുത്ത നിപ്പുണ്ട്, അവനെ പുറത്താക്കണം. അതിന് വെളിപ്പാട് വേണം. സ്തോത്രം. നമ്മൾ കാണുന്നത് പത്രോസാ, പക്ഷെ പത്രോസിന്റെ പിന്നിൽ, പത്രോസിനെ കയ്യിലെടുത്ത് ഒരുവൻ പിന്നിൽ നിൽപ്പുണ്ട്. അവനെ പിടിക്കണമെങ്കിൽ വെളിപ്പാടിന്റെ കണ്ണു തുറക്കണം, അഭിഷേകം ജ്വലിക്കണം. സ്തോത്രം. നമ്മുടെ കർത്താവ് എങ്ങനെയാണ് ഇത് പിടിക്കുന്നത്? നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം ഒന്ന് വായിച്ചേ. അതെ, നസറനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോട് കൂടെ ഇരുന്നു കൊണ്ട് നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെ എന്തോ ചെയ്തു? സൗഖ്യമാക്കി. മതി. പിന്നിൽ സാത്താൻ നിൽക്കുന്നത് കാണണമെങ്കിൽ സ്വതം അഭിഷേകം അകത്താവശ്യമാണ്. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അർക്കമനകസി ആകത്ത വെളിപ്പാടിന്റെ കണ്ണുകൾ തുറന്ന ദൈവജനത്തെ അവൻ തകർക്കാൻ ശത്രുവിന്റെ പദ്ധതികൾക്ക് കഴിയത്തില്ലെന്ന് 19-ാമത്തെ രാത്രിയിൽ ഒരു ഉറപ്പ് ദൈവജനത്തോട് കൈമാറിയാൽ അതിന് ആമേൻ പറയാൻ കൃപ ലഭിച്ചവർ ഇന്നു രാത്രി ശക്തിയോടവൻ ആരാധന. ഹല്ലേലൂയ. പത്രോസ് ആരാന്നറിയാമോ? പത്രോസ് യേശുവിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയാണ്. ഒരിക്കൽ ഫിലിപ്പിന്റെ കൈസരിൽ വെച്ച് കർത്താവ് ചോദിച്ചു, ജനം എന്നെക്കുറിച്ച് എന്തു പറയുന്നു? സ്തോത്രം. ശിഷ്യന്മാരെല്ലാം കൂടെ മത്സരിച്ചു. യേശുവിനെ കുറിച്ച് ജനം പറയുന്നത് എന്തെന്ന് പറയാൻ ശിഷ്യന്മാരെല്ലാം മത്സരിക്കുകയാണ്. പറയുന്നത് മറ്റുള്ളവർ പറഞ്ഞത് കേട്ടു പറയാനായി ഇവർക്ക് അവൻ ആവേശം.
ഇതെല്ലാം കേട്ടപ്പോൾ യേശു പറഞ്ഞു, ശരി, ഇനി നിങ്ങളെന്നെ കുറിച്ച് എന്ത് പറയുന്നു? ഒരു ശാന്തതയുണ്ടായി. സ്തോത്രം. ഇതുവരെ കേട്ടതാണ് അവർ പറഞ്ഞതെങ്കിൽ അകത്തൊന്നുമില്ല പറയാനുള്ളത്. പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ശിഷ്യ സമൂഹത്തിൽ പത്രോസ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ആമേൻ. കർത്താവ് പറഞ്ഞു, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല, സ്വർഗത്തിലെ എൻ്റെ പിതാവാണ്. ഇത് തോറ തന്ന അറിവല്ല, ഇത് കദൂബിയും തന്ന അറിവല്ല, ഇത് നാഭിയും തന്ന അറിവല്ല, ന്യായപ്രമാണത്തിന്റെ ഏടുകൾ തുറന്ന വെളിപ്പാടല്ല, ഇത് സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാടാ. ഓ റബാ ശകൽ ഖരാദന, ഹല്ലേലൂയ. കർത്താവ് തന്നെ പറയും, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല കുഞ്ഞെ. ആമേൻ. ആരാണിത് വെളിപ്പെടുത്തിയത്? ആമേൻ. ജീവനുള്ള ദൈവമാ, പിതാവാം ദൈവമാ. എൻ്റെ ഉള്ളിലെ ആവേശം എന്തെന്നറിയാമോ? ശിഷ്യന്മാരോട് ഒരുമിച്ച് നടക്കുമ്പോഴും യേശുവിനോട് ഒരുമിച്ച് നടക്കുമ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോഴും പത്രോസ് എപ്പോഴോ യേശു ആരെന്ന വെളിപ്പാട് പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. കൂട്ടത്തിൽ നടക്കുന്നുണ്ട്, കൂട്ടത്തിൽ സഞ്ചരിക്കുന്നുണ്ട്, പക്ഷെ വെളിപ്പാട് താൻ എപ്പോഴോ പ്രാപിച്ചു. അവൻ വെളിപ്പാട് താൻ എപ്പോഴോ ഏറ്റെടുത്തു. ഇന്ന് രാത്രി നീ ക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാട് ഏറ്റെടുത്തിട്ടുണ്ടോ? ആ ക്രിസ്തുവിനെ അറിയേണ്ട വിധത്തിൽ നീ അറിഞ്ഞിട്ടുണ്ടോ? കൂട്ടത്തിലുള്ള കയ്യടിയും കൂട്ടത്തിലുള്ള പാട്ടും എല്ലാവരോടും ഒരുമിച്ചുള്ള യാത്രയും നല്ലതാ. പക്ഷെ അതിനിടയ്ക്ക് നിനക്കൊരു വെളിപ്പാട്, ക്രിസ്തു ആരെന്ന വെളിപ്പാട്, ക്രിസ്തു ആരെന്ന വെളിപ്പാട്, അത്ഭുത മന്ത്രിയം ദൈവം ആരെന്ന്, വീരനം ദൈവം ആരെന്ന് ഇതുവരെ പലരും പ്രാപിക്കാത്ത വെളിപ്പാട് ഇന്ന് രാത്രി നിന്റെ അകത്ത് പ്രാപിക്ക്. ഹല്ലേലൂയ. യേശുവാരെന്ന വെളിപ്പാട് അവൻ പ്രാപിച്ചത്. യേശുവാരെന്ന വെളിപ്പാട് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവ. അഖില കോണിലുമുള്ള അഖില കോടി ജനസഹസ്രങ്ങളുടെ അതരത്തിൽ നിന്ന് ആർത്തുരമ്പി ഉയർന്നു വരുന്നൊരു ചോദ്യം എക്കാലത്തും ഉയർന്നിട്ടുണ്ട്. ആരാണ് യേശു? ഒറ്റ മറുപടി പത്രോസ് വിളിച്ചു പറയുന്നു, അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. സ്വതന്ത്രം. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വെളിപ്പാടങ്ങോട്ട് കൈമാറുമ്പോൾ സ്വതന്ത്രം ആ കർത്താവിനെ എങ്ങനെ വർണ്ണിക്കുന്നത്? എങ്ങനെ ആ കർത്താവിനെ വർണ്ണിക്കുന്നത്? സ്വതന്ത്രം. വർണ്ണനകൾ കൊണ്ട് തീരാത്ത മഹത്വത്തിൽ അധിവസിക്കുന്ന കർത്താവ് ഈ 19ാമത്തെ രാത്രിയിൽ നിങ്ങളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. അതിശക്തിയുടെ വാക്കല്ല, ഭംഗിയുടെ വാക്കല്ല, ഹൃദയത്തിന്റെ മിടിപ്പ് കേൾക്കുന്ന, ഹൃദയത്തിന്റെ സ്പന്ദനം അറിയുന്ന, നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന, ഓ നിന്റെ കണ്ണുനീര് കാണുന്ന, നിന്റെ ഭാവിയെ കുറിച്ച് വിചാരമുള്ള, നിന്നെ കുറിച്ച് വിചാരമുള്ളവൻ നിന്റെ ചാരെ നിൽക്കുമ്പോൾ, നിന്റെ ചാരെ നിൽക്കുമ്പോൾ, നിന്റെ ചാരെ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ആ കർത്താവിലേക്ക് നിന്നെ ഒന്ന് പകരാൻ, ആ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് കൊടുക്കാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? കൃപ കൃപ കൃപ. സ്വതന്ത്രം. നമ്മുടെ കർത്താവ് ആരെന്നറിയാമോ? നമ്മുടെ കർത്താവിൻ്റെ സവിശേഷതകൾ തന്നെ കൊലോസി ലേഖനത്തിലേക്ക് ഒന്ന് വരണം. കൊലോസി ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം വായിച്ചേ. 1:15. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും. അവൾ ഒന്ന് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണവൻ. ആരാണ് അദൃശ്യനായ പ്രതിമ? 2 സർവ സൃഷ്ടിക്കും. ഈ പദത്തെ രണ്ടായി തിരിക്കണം. പ്രതിമ എന്ന പദത്തിന്റെ അർത്ഥം സ്വതന്ത്രം എയ്ക്കോൺ എന്നാണ്. പ്രതിമ എന്ന പദത്തിന്റെ അർത്ഥം എയ്ക്കോൺ, സ്വതന്ത്രം. അവൻ ഈ പ്രതിമ എന്ന പദത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച്, എന്താ ഈ പ്രതിമ കൊണ്ട് അർത്ഥമാക്കുന്നത്? കല്ലിലും മണ്ണിലും മടുതെടുത്ത ഒരു രൂപത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നെ ഈ പ്രതിമ ആമേൻ എന്ന് പറയുന്നത്, നിങ്ങൾ ആമേൻ ഇവിടെ ഗാന്ധിജിയുടെ പ്രതിമ കണ്ടിട്ടുണ്ട്. ഗാന്ധിജിയുടെ പ്രതിമ കണ്ടപ്പോൾ ആ പ്രതിമ ആരെയാണ് വെളിപ്പെടുത്തുന്നേ? ഗാന്ധിജിയാണ്. അംബേദ്കറിന്റെ പ്രതിമ ആരെയാണ് വെളിപ്പെടുത്തുന്നേ? അംബേദ്കറിന് തന്നെയാണ്. അപ്പോൾ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആരെ വെളിപ്പെടുത്തുന്ന? ആരെ വെളിപ്പെടുത്തുന്ന? ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. അതിന് എയ്ക്കോൺ എന്നൊരു പദമാണ്. സ്വാഭാവികമായി ഇതിനെ വെളിപ്പെടുത്തുക, തനതായതിനെ വെളിപ്പെടുത്തുക.
സ്വതന്ത്രം. അങ്ങനെ ഒരുവൻ ഉലകത്തിലുണ്ടെങ്കിൽ അത് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവാണ്. ഒന്ന് ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പോരാ, ശബ്ദം ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറയാം, അവൻ നിത്യവർത്തമാന കാലസ്ഥനാണ്. ഗതിഭേദങ്ങളിൽ ആച്ഛാദനം സംഭവിക്കാത്ത നിത്യവർത്തമാന കാലസ്ഥനായ ഒരുവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് തന്നെ ആ കർത്താവിനെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പദം, അവൻ നിത്യാസ്തിക്യമുള്ളവനാണ്. എറ്റേണൽ എക്സിസ്റ്റൻസ്, നിത്യാസ്തിക്യമുള്ളവൻ. രണ്ടാമത്തെ പദം പറയുന്നു, അവൻ സർവ സൃഷ്ടിക്കും മുൻപേ അവൻ ആരാണ്? ആദ്യജാതനാണ്. തിരുവചനത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് ഏകജാതൻ, ആദ്യജാതൻ എന്നീ പദങ്ങളുണ്ട്. അതിലിവിടെ പറയുന്നു അവൻ ആദ്യജാതനാണ്. എന്താ ഈ ആദ്യജാതൻ? അതിന് കൊടുത്തിരിക്കുന്ന പദം പ്രോട്ടോട്ടോക്കോസ് എന്നൊരു പദമാണ്. അർത്ഥം സകലത്തിനും മുൻപേ ഉള്ളവൻ, സകലത്തിനും കാരണഭൂതൻ, സകലത്തിനും കാരണമായി തീർന്നവൻ. അതാണ് സകലത്തിനു മുൻപേ ഉള്ളവൻ, അതാണ് പൂർവാസ്തിക്യമുള്ളവൻ. സ്തോത്രം. അപ്പോൾ പൂർവാസ്തിക്യമുള്ളവൻ, അവിടെ തന്നെ അവൻ്റെ ശ്രേഷ്ഠതയാണ്. അവൻ സ്വയാസ്തിക്യമുള്ളവനാണ്. അവൻ ആരാണ്? സ്വയാസ്തിക്യമുള്ളവനാ. എൻ്റെ പ്രിയരെ, പൂർവാസ്തിക്യമുള്ള, നിത്യാസ്തിക്യമുള്ള, സ്വയാസ്തിക്യമുള്ള ക്രിസ്തുവിനെ കുറിച്ച് ഒരു സാധാരണ പച്ചയായ മനുഷ്യൻ, സാമാന്യ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്തവൻ മാറിയിരുന്നപ്പോൾ ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് തൻ്റെ അകത്ത് സ്വർഗം പകർന്നെങ്കിൽ, കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലേ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ മുട്ടുമടക്കിയാൽ ഇതുവരെ ആർക്കും പ്രാപിക്കാൻ കഴിയാത്ത വെളിപ്പാട് അവനെ കുറിച്ച് നിനക്ക് പകരാൻ ആ സ്വർഗം ശക്തനാണ്. ഓ ജീസസ്, ജീസസ്. ആ കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവൻ കൊയ്ത്തിന്റെ യജമാനനാണ്. അവൻ സർവഭൂമിക്ക് നാഥനാണ്. അദൃശ്യനായ ദൈവമായ മഹാദൈവമായ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ചാരയുണ്ടെന്ന് പറഞ്ഞാൽ, അവൻ എൻ്റെ ചാരയുണ്ടെന്ന് പറഞ്ഞാൽ, അവൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി മൗനമായി ഇരിക്കരുത്. അവൻ്റെ ശ്രേഷ്ഠതകൾ വർണ്ണിച്ചാൽ തീരാത്തതാണ്, പാടിയാൽ തീരാത്തതാണ്. ഇന്ന് രാത്രി അവനെ കുറിച്ച് ആരും പ്രാപിക്കാത്ത വെളിപ്പാട് നീ പ്രാപിക്ക. കൃപ, 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 കൃപ. സ്തോത്രം. ഞാൻ എപ്പോഴും കർത്താവിൻ്റെ ശ്രേഷ്ഠതയെ വാഴ്ത്തുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, അവൻ്റെ മഹത്വത്തെ ശാസ്ത്രപദാവലിയിലൂടെ പറയാറുണ്ട്. അവൻ വചനശാസ്ത്രത്തിൽ യേശു ലോഗോസാണ്, ഭാഷാശാസ്ത്രത്തിൽ അവൻ ആൽഫയും ഒമേഗയുമാണ്, ഭക്ഷ്യശാസ്ത്രത്തിൽ അവൻ ജീവന്റെ അപ്പമാണ്, ജലശാസ്ത്രത്തിൽ അവൻ ജീവന്റെ ഉറവയാണ്, അഗ്നിശാസ്ത്രത്തിൽ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, വാനശാസ്ത്രത്തിൽ അവൻ നീതി സൂര്യനാണ്, ജ്യോതിർശാസ്ത്രത്തിൽ അവൻ ഉദയ നക്ഷത്രമാണ്, തച്ചു ശാസ്ത്രത്തിൽ അവൻ ആണിക്കല്ലും മൂലക്കല്ലുമാണ്, ശിലാതത്വ ശാസ്ത്രത്തിൽ അവൻ യുഗങ്ങളുടെ പാറയാണ്, മനഃശാസ്ത്രത്തിൽ അവൻ ആശ്വാസപ്രദനാണ്, ധനതത്വ ശാസ്ത്രത്തിൽ അവൻ വീണ്ടെടുപ്പിന്റെ വിലയാണ്, ഔഷധ ശാസ്ത്രത്തിൽ അവൻ ഗിലെയാദിലെ ഔഷധമാണ്, സസ്യശാസ്ത്രത്തിൽ അവൻ ശാരോനിലെ പനനീർപുഷ്പവും സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, അവൻ ജന്തുശാസ്ത്രത്തിൽ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാ, ദൈവത്തിന്റെ കുഞ്ഞാട, അവൻ നരവംശ ശാസ്ത്രത്തിൽ സാക്ഷാൽ മനുഷ്യപുത്രന, എന്നാൽ അവൻ ദൈവശാസ്ത്രത്തിൽ മഹാദൈവമാണ്. സർവ മുഴങ്കാലും മടങ്ങുന്ന ശ്രേഷ്ഠ നാമം ധരിച്ച ആരാധ്യനായ ഒരുവൻ, അവനെ കുറിച്ചൊരു വെളിപ്പാട്. കൃപ, കൃപ. ഒരു വെളിപ്പാട് നിന്റെ അകത്തു തെളിയട്ടെ. ഇന്ന് രാത്രി ഒരു വെളിപ്പാട് പ്രകാശിക്കട്ടെ. ഇത്ര മഹത്വനായ ഒരുവൻ ഉലകത്തിൽ വേറെ ആരുണ്ട്? കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ വെളിപ്പാട് പത്രോസ് ക്രിസ്തുവിനോട് പറയാം, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാ. യേശു പറഞ്ഞത് നിനക്ക് വെളിപ്പെടുത്തിയ ജഡരക്തങ്ങളൊന്നുമല്ല. ഉടനെ കർത്താവ് പറഞ്ഞു, സ്വതന്ത്രം, നീ ആരാ? നീ ഇനി മുതൽ പത്രോസ. ഇതുവരെ നീ ആരായിരുന്നു?
ഷിമോനായിരുന്നു. ബർ യോന ഷിമോനെ. ഇനി നീ ആരാ? ഞാനൊരു വേഷം കണ്ടത് ഷിമോൻ എന്ന പദത്തിന് ഞാങ്ങണ എന്നൊരു പദം അർത്ഥം കൊടുത്തിരിക്കുന്നു. ഞാങ്ങണ എന്ന അർത്ഥം വരുമ്പോൾ ഏത് കാറ്റത്ത് ഇവൻ ഒലയും ആടും, ഏത് കാറ്റത്തും ആടി ഒലയും. പക്ഷേ പത്രോസാക്കിയപ്പോൾ പെട്ട ഇവൻ പാറ കഷണമായി. ഇനി ഒരു കാറ്റിലും ഒലയത്തില്ല, ഇനി ഒരു കാറ്റിലും ചലിക്കത്തില്ല. ഇന്നലത്തെ കാറ്റുകളിൽ നീ അവൻ ആടി ഉലഞ്ഞു, ഒത്തിരി വേദനപ്പെട്ടു, ഒത്തിരി സങ്കടപ്പെട്ടു, ചോദ്യങ്ങൾക്ക് മറുപടിയില്ലായിരുന്നു. എന്നാൽ ഈ പ്രാർത്ഥന നിന്റെ ജീവിതത്തിന്റെ തലത്തെ ദൈവം മാറ്റിയിരിക്കുകയാ. ഒരു കാറ്റിന് നിന്നെ ഉലയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ, ഒരു കാറ്റിന് നിന്നെ ഉലയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് രാത്രി സ്വർഗം നിന്നെ ശക്തീകരിച്ചിരിക്കുകയാ. യെസ്, ആ ഉറപ്പുള്ളവർ, ഇന്ന് രാത്രി ദൈവം എന്നോട് സംസാരിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ, എന്റെ കുടുംബത്തോട് സംസാരിച്ചു എന്ന് ഉറപ്പുള്ളവർ, എന്റെ തലമുറയോട് സംസാരിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ മൗനമായിരിക്കരുത്. കരങ്ങൾ ചേർത്തടിച്ച് ഇനി ഈ പഴയ പ്രശ്നങ്ങളിൽ ആടി ഉലഞ്ഞു പോകുന്നവനല്ല. ഏത് കാറ്റടിക്കട്ടെ, ഏത് കാറ്റടിക്കട്ടെ, ഏത് തിരകൾ കയറി വരട്ടെ, ഏത് തീച്ചൂള കടന്നു വരട്ടെ, ഇനി നീ ആടി ഉലയത്തില്ല, ഇനിയും നീ സങ്കടപ്പെട്ടു പോകത്തില്ല, ഇനിയും നീ തകർന്നു പോകത്തില്ല, ഇനിയും നീ തകർന്നു പോകത്തില്ല, ഇനിയും നീ ഉടഞ്ഞു പോകത്തില്ല, ഇനിയും നീ ഉലഞ്ഞു പോകത്തില്ല. ഇനി നിന്നെ കരയിപ്പിക്കാൻ കഴിയില്ല, ഇനി നിന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നീ കഴിവില്ലാത്തവൾ അല്ല, നിന്നെ കഴിവുള്ളവളാക്കി അസാധാരണമായി നിന്റെ ഭാവിയെ മാറ്റിമറിക്കാൻ, നിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി സ്വർഗം ഇടപെടുന്നത്. കൂട്ടുകാർ പറഞ്ഞില്ലേ നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന്, നിന്നെ കൊണ്ട് സാധ്യമല്ലെന്ന്, വീട്ടുകാർ പറഞ്ഞില്ലേ, നാട്ടുകാർ പറഞ്ഞില്ലേ, ഇവിടം കൊണ്ട് നീ ഒതുകുമെന്ന് പറഞ്ഞില്ലേ. എന്നാൽ ഇന്ന് രാത്രി നിന്റെ പേര് മാറ്റുന്ന, നിന്റെ ചരിത്രം മാറ്റുന്ന, നിന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റുന്ന ആ സ്വർഗീയ സാന്നിധ്യം ഈ രാത്രി ഇവിടെ വ്യാപരിക്കുകയാണ്. പ്രാപിക്കട്ടെ. ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞ് ആമേൻ പറഞ്ഞ് അഭിഷേകത്തിൽ ഏറ്റെടുക്കുക, അഭിഷേകത്തിൽ ഏറ്റെടുക്കുക. തലമുറയുടെ വിടുതൽ ആൻറ്റി ഇതിനകത്ത് വ്യാപരിക്കുകയാ. ആമേൻ, 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 ആമേൻ. തലമുറയ്ക്ക് വേണ്ടിയുള്ള വിടുതൽ പരിശുദ്ധാത്മാവ് ചെയ്യുകയാ. ആംഗളെ വിശ്വസിക്ക്. തലമുറയുടെ വിടുതൽ ഇന്ന് രാത്രി സ്വർഗം ചെയ്യുകയാ. കുടുംബത്തിന്റെ വിടുതൽ ഇന്ന് രാത്രി സ്വർഗം ചെയ്യുകയാ. കാലങ്ങളേറെയായി നിന്നെ രോഗിയാക്കിയിട്ട്, കാലങ്ങളേറെയായി നിന്റെ നന്മയെ കുടുക്കിയിട്ടിട്ട്, കാലങ്ങളേറെയായി നീ ബാധ്യത ചുമക്കാൻ തുടങ്ങിയിട്ട്, കാലങ്ങളേറെയായി നീ വേദന ചുമക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് രാത്രി ഒറ്റ വെളിപ്പാടിൽ, ഒറ്റ ആരാധനയിൽ, ഒറ്റ സ്തോത്രത്തിൽ, ഒറ്റ യാഗത്തിൽ ഈ രാത്രി നിന്റെ ചരിത്രം മാറുകയാണ്. നിന്റെ അകത്തു കിടക്കുന്ന ദൈവകൃപ ഇന്ന് പകൽ ജ്വലിക്കട്ടെ, അഭിഷേകം ജ്വലിക്കട്ടെ. അതരം തുറന്ന് ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട. അടുത്തിരിക്കുന്നവരെ നീ നോക്കണ്ട, അടുത്തിരിക്കുന്നവരെ നീ നോക്കണ്ട. നിന്റെ മേൽ പകർന്നിരിക്കുന്ന വെളിപ്പാടിൽ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൽ ഈ രാത്രി അവനെ ആരാധിക്കട്ടെ. ഇന്നലത്തെ അവൻ ചരിത്രം ഒരു ഓർമ്മയാക്കി ദൈവം മാറ്റി ഒരു പുതിയ ചരിത്രം നിന്നിൽ കുറിക്കാൻ പോകുകയാ. ഒരു പുതിയ ഭാവി നിന്റെ കുടുംബത്തിൽ ദൈവം ആരംഭിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി അത് വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ രാത്രി വിശ്വാസത്തോടെ Yes, 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 yes. നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ആത്മശക്തി, നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ആത്മശക്തി, നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ആത്മശക്തി, നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ആത്മശക്തി. ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ യെരൂശലേം ദേവാലയത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി വർഷിപ്പ് സെന്ററിനകത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി നിൽക്കുന്നു, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്നു, ദൈവത്തിന്റെ തേജസ്
തേജസ് ഇറങ്ങി നിൽക്കുന്നു, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്നു. അത് അന്തരാത്മാവിൽ അറിയുന്നവർ, ആമേൻ, ആ സാന്നിധ്യം അറിയുന്നവർ. കൃപ, കൃപ. ഓ ജീസസ്, ജീസസ്, ജീസസ്. ശകരകൾ ഖരാദനാദിയ അധുരവരക ശംധരാജനാദിയ അർഘവൈഡവനഘടക ശംധരാജനാദിയ അൽഖര വൈശപ്രഭാധനാദിയ ദൂരവേദ വൈഡരക്ഷം അർത്ഥഘട്ടം വേദനാദഹൽഖനാദി അർത്ഥരാധനാദിയാദനെ ശൈരാധരാജാധോ റോസേ ശേഖേലിയ റമസിയാധ റിബനബ ശൈഡബനബനബ വിഗനഗൽ ഖരദനബനബ ശൈഡബനഗസിയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലത് പുറത്തു വരട്ടെ. അടഗസിയ കൂട്ടിലടച്ചതുപോലെ ചിലതിനെ ഒതുക്കി കളഞ്ഞത് ഇന്ന് രാത്രി പുറത്തു വരട്ടെ. ഓ കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ശീമോനെ പത്രോസാക്കി ദൈവം മാറ്റി ഒറ്റ വെളിപ്പാടിൽ. കർത്താവ് പറഞ്ഞു, സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുകയാണ്. നീ ഇവിടെ കെട്ടുന്നത് സ്വർഗത്തിൽ, നീ ഇവിടെ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിക്കും. സ്വർഗീയ അധികാരം ദൈവം പകർന്നു, പേര് ദൈവം മാറ്റി. സ്വത്രം. താക്കോൽ ദൈവം കൊടുത്തു, അധികാരവും ദൈവം കൊടുത്തു. സ്വത്രം. ഇത് കഴിഞ്ഞപ്പോൾ മുതൽ കർത്താവ് പറഞ്ഞു, യെരൂശലേമിൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന പീഡകളും തൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും സംസാരിച്ചു. സ്വത്രം. പറയേണ്ട സമയം ആയപ്പോൾ യേശു വന്നതിൻ്റെ ഉദ്ദേശം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്താൻ തുടങ്ങി. ഈ സമയത്ത് പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നാഥ, അങ്ങയ്ക്ക് അങ്ങനെയൊന്നും ഭവിക്കരുത്, അങ്ങ് മരിക്കരുത്. സ്വത്രം. സത്യത്തിൽ നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞതിന്, പത്രോസേ, നിനക്കാണ് എന്നോട് ആത്മാർത്ഥതയുള്ളത്. ഈ 12 എണ്ണം കൂടെ നടന്നിട്ടും എൻ്റെ മരണം പറഞ്ഞപ്പോൾ നിനക്കാണല്ലോ ഒരു വേദന ഉണ്ടായത്. സ്വത്രം. നമ്മൾ ചേർത്ത് പിടിച്ചേനെ. പക്ഷെ കർത്താവിനെ നോക്കിയപ്പോൾ അവൻ്റെ പിന്നിൽ സാത്താൻ നിൽക്കുന്നു. സ്വത്രം. പേര് മാറിയവൻ, താക്കോല് കിട്ടിയവൻ, അധികാരം പ്രാപിച്ചവൻ, എപ്പോഴോ സാത്താൻ അവനെ കയ്യിലെടുത്തു. സ്വത്രം. സ്വത്രം. നമ്മൾ ചിന്തിക്കാത്ത ചിലതിനെ സാത്താൻ കയ്യിലെടുക്കാൻ ലക്ഷ്യം വച്ചിരിക്കുന്നതിനെ 19ാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് വെട്ടിപ്പൊളിക്കുകയാണ്. പ്രയോജനമുള്ളതിനെ കയ്യിലെടുക്കാൻ, ഉപയോഗിക്കപ്പെടുന്നതിനെ കയ്യിലെടുക്കാൻ. യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. ചിലരെ കുറിച്ചൊരു വേറിട്ടൊരു പ്രതീക്ഷയുണ്ട്, വേറിട്ടൊരു പ്രതീക്ഷ. സ്വതന്ത്രം. ആ വേറിട്ട് പ്രതീക്ഷ പുലർത്തുന്നതിനെ ലക്ഷ്യമിടുന്ന ചില സാത്താന്യ തലങ്ങൾ രാത്രി ദൈവാത്മാവ് അതിനെ ഉടയ്ക്കുകയാണ്. സ്വതന്ത്രം. ഇത് എല്ലാ വർഷത്തെയും ഒരു മീറ്റിംഗ് പോലെ അല്ല കേട്ടോ, എല്ലാ വർഷത്തെ ഒരു മീറ്റിംഗ് പോലെ അല്ല. ഓ, ഇതിനകത്ത് ഭയങ്കര ദൈവിക പദ്ധതികൾ. കൃപ, കൃപ. കൃപ, കൃപ, കൃപ. സ്വതന്ത്രം, സ്വതന്ത്രം. പാസ്റ്റർ, എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുക. എല്ലാ പ്രാവശ്യത്തെ ഒരു മീറ്റിംഗ് പോലെ അല്ല ഈ മീറ്റിംഗ്, വ്യത്യസ്തമാകട്ടോ. ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ വന്നതുകൊണ്ടല്ല, ഞങ്ങൾ വന്നില്ലെങ്കിൽ ദൈവം ചെയ്യും. ഈ മീറ്റിംഗ് വ്യത്യസ്തമാണ്. ഒരു ജനറേഷനെ കർത്താവ് ഇതിനകത്ത് അവൻ വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ രക്തം കൊണ്ട് മുദ്ര വെച്ച് സ്വർഗം മറയ്ക്കുകയാണ്. ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നത് പോലെ സ്വർഗം ചിറകു വിടർത്തി വാഗ്ദത്തമുള്ളതിനെ മറയ്ക്കുകയാണ്.
ആ, കൃപ 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 കൃപ. ശബരബനബസിയ. ഇസ്കരിയോത്ത് യൂദ ഒറ്റിക്കൊടുക്കാനുള്ളവൻ അവനല്ല പറഞ്ഞത്, ചേർന്നിരുന്ന യോഹന്നാനുമല്ല, പത്രോസ പറയുന്നേ. സ്വതന്ത്രം. പത്രോസിന്റെ പിന്നിലെ ഈ സ്നേഹം കാണുമ്പോൾ, ഈ ആത്മാർത്ഥത കാണുമ്പോൾ, ആമേൻ, ഇത് ശരിയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ ഈ സ്നേഹത്തിന്റെ പിന്നിൽ സാത്താനാ നിൽക്കുന്നേ. സ്വതന്ത്രം. ഈ സിമ്പതിയുടെ പിന്നിൽ സാത്താനാ നിൽക്കുന്നേ. എല്ലാ സ്നേഹവും സ്നേഹവും അല്ല കേട്ടോ. എല്ലാ സിമ്പതിയും സിമ്പതി അല്ല. എല്ലാവരെയും നീ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. എല്ലാവരെയും നീ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. അവൻ എല്ലാ സിമ്പതിയും സിമ്പതിയല്ല, എല്ലാ ആത്മാർത്ഥതയും ആത്മാർത്ഥതയല്ല, എല്ലാ സ്നേഹവും സ്നേഹമല്ല. വഞ്ചനയുടെ കുരുക്കുമായി സ്നേഹം നടിച്ച് ചിലത് പുറകിലുണ്ട്. അൽഖബരഗസിയാന, ചതിയുടെ ആത്മാവോടുകൂടി ചിലത് പിന്നിലുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് അത് വെളിപ്പെടുത്തുന്നതിന് ആത്മാവിൽ നീ വെട്ടിക്കയറിക്കോ. സ്വതന്ത്രം. സ്വതന്ത്രം. ഹോ ശദരബനഗസിയ. ചിരിച്ചതെല്ലാം ചിരിയല്ല കേട്ടോ. അതിന്റെ അകത്തണപ്പല്ലി ഞെരിയുന്നത് നീ കണ്ടില്ല. അർഖമസിയാന. കൂടെ നിന്നപ്പോൾ വഞ്ചനയുടെ ഒരു ആത്മാവ് പിന്നിൽ വ്യാപരിക്കുന്നത് നീ കണ്ടില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് അത് വെളിപ്പെടുത്തുകയാണ്. എല്ലാ സ്നേഹവും സ്നേഹമല്ല, എല്ലാ സിമ്പതിയും സിമ്പതിയല്ല. ആമേൻ ആമേൻ. ഈ പത്രോസിന്റെ പുറകിൽ സാത്താൻ നിൽക്കുന്നത് എന്റെ യേശു കണ്ടു. സ്വതന്ത്രം. പത്രോസിനെ തിരിഞ്ഞു നോക്കിയിട്ട് ആമേൻ സാത്താനോട് പറഞ്ഞു, സാത്താനെ എന്നെ വിട്ട് പോ. പത്രോസിനെ ആവശ്യമുണ്ട് കർത്താവിന്. സ്വതന്ത്രം. പത്രോസിനെ ആവശ്യമുണ്ട്. പത്രോസിനെ കയ്യിലെടുത്ത സാത്താനെ കർത്താവ് എന്ത് ചെയ്തു? ശാസിച്ചു. സ്തോത്രം. ആമേൻ. സത്യത്തിൽ പിശാച് കയറി കൈവെക്കുന്നത്, സ്നേഹം നടിച്ച് സിമ്പതി കാണിച്ച് കൈവെക്കുന്നത് ഏതിലാണെന്നറിയാമോ? യേശു എന്തിനാ വന്നത്? മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കേണ്ടതിന്. യേശുവിൻ്റെ ക്രൂശ് മരണം മനുഷ്യവർഗത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി ദൈവം ആവിഷ്കരിച്ച രക്ഷാകരമായ കാര്യപരിപാടിയാണ്. ക്രൂശിൽ യേശു മരിച്ചാൽ പിശാചിൻ്റെ തല തകരും. സാത്താൻ അറിയാം. പ്രൈസ് ദ ലോർഡ്. ഈ കാൽവറിയിലെ മരണം ഒരു വെറും മരണമല്ല. കാൽവറിയിൽ അവൻ മരിച്ചാൽ, കാൽവറിയിൽ അവൻ തകർക്കപ്പെട്ടാൽ ആയുധം വെച്ച് കീഴടങ്ങിയേ പറ്റൂ. അവൻ ക്രൂശിൽ അവൻ പരസ്യ കാഴ്ചയാക്കും. അതുകൊണ്ട് പത്രോസിന്റെ പിന്നിലൂടെ തമ്പുരാന്റെ പദ്ധതിക്കകത്ത് പിശാച് കൈവെക്കാൻ ശ്രമിക്കുന്നതിനെ തമ്പുരാൻ അതിനെ തകർത്തെറിയുകയാ. ഇന്ന് രാത്രി നിന്റെ മേലുള്ള വാഗ്ദത്തത്തെ അതിന്റെ പിന്നിൽ അടകരഹസ്യാണ് അതിനെ കൈവച്ച് തകർക്കാൻ, അതിനെ മറിച്ചിടാൻ ശ്രമിക്കുന്ന ചില സാധാന്യ മേഖലകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പിടിക്കുകയാണ്. സ്നേഹം നടിച്ച് പിന്നെ നിന്നത് വെറുതെ അല്ല കേട്ടോ. സിമ്പതി കാണിച്ചു വെറുതെ നിന്നത് വെറുതെ അല്ല. ഇവൻ അറിയാം മണിക്കൂർ കഴിഞ്ഞാൽ കാൽവറിയിൽ തകർക്കപ്പെടാൻ പോകുകയാ. അവൻ ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ തകർക്കപ്പെടുമെന്ന് പിശാചിന് അറിയാം. റബനഗസിയാണ്. അതുകൊണ്ട് സ്നേഹം നടിച്ച് വാഗ്ദത്ത പദ്ധതിയെ മറിച്ചിടാൻ, അവൻ സിമ്പതി കാണിച്ച് ദൈവിക പദ്ധതിയെ തകർക്കാൻ പിശാച് പത്രോസിന്റെ പിന്നിലൂടെ കൈവച്ചപ്പോൾ അവൻ ശക്തിയും അഭിഷേകമുള്ളവൻ വെളിപ്പാടിൽ അതിനെ പിടിച്ച് തകർത്തെങ്കിൽ ഇന്ന് രാത്രി ആ കൃപ ജ്വലിക്കട്ടെ ഇവിടെ. ഓ ജീസസ്. കൃപ കൃപ. സ്വതന്ത്രം. യേശു ആ സാത്താനെ ശാസിച്ചു. സ്തോത്രം. പത്രോസിന്റെ അകത്ത് കള വിതച്ചത് പത്രോസ് പോലും അറിഞ്ഞില്ല. പക്ഷെ കർത്താവിനെ ശാസിച്ചു. ഇന്ന് രാത്രി നിങ്ങളുടെ ഉള്ളിൽ കള വിതയ്ക്കാൻ നിങ്ങളുടെ ഹൃദയം സാത്താൻ ഒരുക്കി കൊടുക്കരുത്. നിങ്ങൾ സാത്താൻ വിതയ്ക്കാനുള്ള വിളനിലമായി ഒരുക്കി കൊടുക്കരുത്. സാത്താൻ നിങ്ങളിൽ ഫലം കൊയ്യരുത്.
സാത്താൻ വിതച്ചത് നിങ്ങളുടെ ഹൃദയത്തിൽ കിളിർക്കരുത്, നിങ്ങളിൽ കിളിർക്കരുത്. സാത്താൻ നിങ്ങളിൽ ഒരു കൊയ്ത്ത് വെക്കാൻ അനുവദിച്ചുകൂടാ. നിങ്ങളിൽ ഫലം കൊയ്യാൻ സാത്താനെ അനുവദിച്ചുകൂടാ. ഇന്ന് രാത്രി നിങ്ങൾ കർത്താവിന് പ്രയോജനമുള്ളവരായി മാറണം. കർത്താവിന് പ്രയോജനമുള്ളവരായി മാറണം. നല്ലവനുമായ ദാസനെ എന്ന് വിളി കേൾക്കത്തക്ക വിധത്തിൽ മാനസാന്തരത്തിന് തക്ക ഫലം കായ്ച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ ജീവിക്കാൻ സ്വർഗം ആഹ്വാനം ചെയ്യുമ്പോൾ എത്ര പേർ കരങ്ങൾ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയും? ഹല്ലേലൂയ. ഒത്തിരി എനിക്ക് ആ ഭാഗത്ത് നിന്ന് വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സഭയ്ക്കകത്ത് കള വിതയ്ക്കുന്നത് പറയാനുള്ള സമയമുണ്ടോയെന്ന് എനിക്കറിയില്ല, എങ്കിലും അടുത്തൊരു വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം അതിൻ്റെ 3 വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ വാക്യം ഒന്നുകൂടെ ആൻറ്റി ഒന്ന് വായിക്കണേ. എന്നാൽ സർപ്പം ഹവ്വായെ എങ്ങനെ ചതിച്ചു? ഉപായത്താൽ ചതിച്ചു. സർപ്പം ഏതാണ് ഈ സർപ്പം? ഈ സർപ്പത്തിൻ്റെ രൂപം വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. സാത്താനും പിശാചും എന്ന പഴയ പാമ്പായ മഹാസർപ്പം. അവൻ ഹവ്വയെ ചതിച്ചത്? ഉപായത്താൽ ചതിച്ചു. അവൾ കുടുംബത്തിൽ കള വിതയ്ക്കാൻ ഉപായത്താൽ കയറി വരുന്നവനെ തിരിച്ചറിഞ്ഞോണം. ആദം ഹവ്വ കുടുംബം, ആ ദമ്പതികൾ, ദൈവമാണ് ആ വിവാഹം നടത്തിയത്. സ്തോത്രം. ദൈവമാണ് കുടുംബം സ്ഥാപിച്ചത്. സ്തോത്രം. ഈ ലോകത്തിൽ ദൈവം മനുഷ്യനുമായിട്ടുള്ള ഫെലോഷിപ്പ്, കൂട്ടായ്മയായിരുന്നു ഏദൻ പർദീസയിൽ ആദം ഹവ്വ ദമ്പതികളോട് ഒരുമിച്ച് കർത്താവിനുണ്ടായിരുന്നത്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ നോക്കൂ, ആദമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ സ്തോത്രം ഉണ്ടാകട്ടെ എന്ന ഉച്ചാരം കൊണ്ട് ദൈവത്തിന് ഈ സകലതും സൃഷ്ടിച്ചപ്പോൾ ഉച്ചാരം കൊണ്ട് ദൈവം മനുഷ്യനെ ഉരുവാക്കിയില്ല. ഉച്ചാരം കൊണ്ട് ഉരുവാക്കിയ ഭൂമിയിൽ നിന്ന് അല്പം മണ്ണെടുത്തു, തേജസ് ബഹിർഗമിക്കുന്ന കരാങ്കുലികൾ കൊണ്ട് ഒരു രൂപം വരഞ്ഞു, ആദിപരൻ്റെ ആകൃതിയിൽ, സൃഷ്ടാവിൻ്റെ സ്വരൂപത്തിൽ. അങ്ങനെ ദൈവം മെനഞ്ഞെടുത്ത രൂപത്തിലേക്ക് ദൈവം തൻ്റെ ശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി മാറി. സ്തോത്രം. ദൈവം അവൻ സകലതും നന്നെന്ന് കണ്ടു. പക്ഷേ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കർത്താവിന് എന്ത് ചെയ്തു? തോന്നി. ദൈവം സൃഷ്ടിച്ച സകലതിനെയും അവൻ്റെ മുൻപിലൂടെ ദൈവം കടത്തിവിട്ടു. ഒരു തക്ക തുണയെ തെരഞ്ഞെടുക്കാം. ദൈവം ഒരുക്കുന്നത് തക്ക തുണയാണ്. ഒരാമൻ പറഞ്ഞാട്ടെ. മനുഷ്യൻ തേടുന്നത് ഇണയാണ്, ദൈവം ഒരുക്കുന്നത് തുണയാണ്. ഇണയല്ല പിണ. പറഞ്ഞേ നിങ്ങളൊന്ന്. ഇണയല്ല പിണ, അങ്ങനല്ലേ വചനം? ഇണയല്ല പിണ. സ്വത്രം. അതിൻ്റെ അർത്ഥം കാളകളെ തമ്മിൽ ഒരുമിച്ച് നിർത്തി മുഖം വെച്ച് ഉഴുതുമറിക്കും. പക്ഷെ ഒരു കാളയെയും ഒരാടിനെയും കൂടെ മുഖം വെച്ച് ഒരുപോലെ ഉഴുതുമറിക്കാൻ പറ്റില്ല. സ്വത്രം. അതാ ഇണയല്ല പിണ. എന്തോ ചെയ്യരുത്? നിങ്ങളൊരു ശക്തിയോട് രാമൻ പറഞ്ഞേ ഹല്ലേലൂയ. സ്വത്രം. അവൾ ആദമിൻ്റെ മുന്നിലൂടെ കടത്തിവിട്ടത്, ആദം അതിനെല്ലാം പേരിട്ടു. സ്വത്രം. ദൈവം ആ പേര് സമ്മതിച്ചു. ഒന്നിനെ പോലും തൻ്റെ തക്ക തുണയായിട്ട് തെരഞ്ഞെടുത്തില്ല. അവൾ ആദമിൻ്റെ ഭാവന സമ്പന്നത, തൻ്റെ തക്ക തുണയെക്കുറിച്ചുള്ള ഭാവന സമ്പന്നത കണ്ടിട്ട് ദൈവം ഒരു ഗാഠനിദ്ര വരുത്തി. എന്നിട്ട് അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് ഹവ്വയെ സൃഷ്ടിച്ചു. സ്വത്രം. ആദം കണ്ണുകൾ വെട്ടി തുറന്നപ്പോൾ തൻ്റെ മുൻപിൽ ആര് നിൽക്കുന്നു? ഹവ്വ നിൽക്കുന്നു. സ്വത്രം. ഹവ്വയെ കണ്ടപ്പോഴേ അച്ഛൻ പറഞ്ഞു, ഇവളെൻ്റെ അസ്ഥിക്ക് അസ്ഥിയാണ്, മാംസത്തിന് മാംസമാണ്, നരനിൽ നിന്ന് എടുത്തിരിക്കൊണ്ട് നാരി എന്ന്. സ്വത്രം. എൻ്റെ പ്രിയരെ, സത്യത്തിൽ ദൈവം പറഞ്ഞില്ല ഇത് നിൻ്റെ അസ്ഥിക്ക് അസ്ഥിയാണെന്ന്, നിന്റെ മാംസത്തിന് മാംസമാണെന്ന് ദൈവം പറഞ്ഞു. പറയും മുൻപേ പുള്ളി കയറി ഡിക്ലെയർ ചെയ്തു.
സ്വോത്രം, സ്വോത്രം. ഞാനിങ്ങനെ നോക്കിയപ്പോൾ തേജസ്സുള്ള മഹാദൈവത്തെ കണ്ടപ്പോഴൊന്നും ആദം അല്ലെങ്കിൽ മനുഷ്യൻ സാഹിത്യമോ പ്രാസമോ പറഞ്ഞില്ല. പക്ഷെ തക്ക തുണയെ കണ്ടപ്പോൾ പുള്ളി സാഹിത്യവും പ്രാസവും ഒപ്പിച്ച് അവതരിപ്പിച്ചേ. അസ്ഥിക്ക് അസ്ഥിയാണ്, മാംസത്തിന് സ്വോത്രം. എന്നെ ഗംഭീര തുടക്കമാണ്. സ്വോത്രം. പക്ഷേ ദൈവം അവരെ ഏദനിലാക്കി. ഏദനിലാക്കിയിട്ട് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ: തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം കാക്കണം. ഈ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വം നിറപടിയായി നിവർത്തിച്ചു എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം ഇല്ലായിരുന്നെങ്കിൽ സാത്താൻ അകത്ത് കയറത്തില്ലായിരുന്നു. ആമേൻ, ആമേൻ. ആത്മീക ജീവിതം വെറുതെ സമയം കളയാനുള്ളതല്ല, വെറുതെ ഉറങ്ങിത്തീർക്കാനുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. വചനം ധ്യാനിക്കേണ്ട സമയത്ത് വചനം ധ്യാനിച്ചോണം, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചോണം. ആമേൻ. ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയം കിട്ടുമ്പോഴൊക്കെ സമയം കർത്താവിൻ്റെ മുൻപിൽ ഇരിക്കണം. നഷ്ടപ്പെട്ട സമയം ഒന്നും തിരിച്ചു കിട്ടത്തില്ല. സ്വതന്ത്രം. ആത്മീക മടിയന്മാരായി മാറരുത്, നിങ്ങൾ ഉത്സാഹമുള്ളവരായി മാറണം. സന്തോഷമുണ്ടോ? ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അവിടെ സ്തോത്രം. സാത്താൻ അകത്തു കയറി, വഞ്ചിക്കപ്പെട്ടു, ഉപായത്താൽ വഞ്ചിക്കപ്പെട്ടു. രണ്ടുപേരും കൂടെ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. സംഭവിച്ചത് അവൻ ജഡാസ്തിക്യത്തിന് വിധേയപ്പെട്ടു. അശ്വനം, ദർശനം, ജ്ഞാനാർജനം എന്നീ ജഡാസ്തിക്യത്തിന് വിധേയപ്പെട്ടു. ജഡാസ്തിക്യത്തിന് വിധേയപ്പെട്ട അവർ നഗ്നരായി കണ്ണുകൾ തുറന്നു. അവരുടെ നഗ്നത മറയ്ക്കാൻ ശ്രമങ്ങൾ നടത്തി. അത്തി ഇല കൊണ്ട് നഗ്നത മറച്ചു. പ്രിയരെ, അവർക്ക് അവിടെ നഷ്ടങ്ങൾ സംഭവിക്കാൻ പോവുകയാ. പുത്രത്വം നഷ്ടമാകുന്നു, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടമാകുന്നു, പർദീസ നഷ്ടമാകുന്നു, തേജസ്സും ബഹുമാനവും നഷ്ടമാകുന്നു. അങ്ങനെ ജഡാസ്തിക്യത്തിന് വിധേയപ്പെട്ടവർ മഹാദൈവത്തിൻ്റെ തേജസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ ദൈവം ഇറങ്ങി വന്നത് കണ്ടപ്പോൾ ഓടി ഒളിച്ചു വൃക്ഷങ്ങൾക്കിടയിൽ. ദൈവം അവരെ വിളിച്ചു, പുറത്തു കൊണ്ടുവന്നു. പുറത്തു കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ ആദം പറഞ്ഞത്, നീ എന്നോടുകൂടി ഇരിപ്പാൻ എനിക്ക് തന്നവൾ തന്നു, ഞാൻ തിന്നു. അത്രയേ ഉള്ളൂ. സംഭവിച്ച കാര്യങ്ങളെല്ലാം, നീ എനിക്കൊരുവളെ തന്നു, അവള് തന്നു, ഞാൻ തിന്നു. സ്വത്രം. നീ ഇവളെ എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും. സ്വത്രം. പണ്ട് അമ്മാമെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞത് പ്രാസോ സാഹിത്യം ഒപ്പിച്ച പറഞ്ഞേ. ഇപ്പൊ ദൈവത്തോട് പറയുകയാ, നീ ഇവളെ എനിക്ക് തന്നതാണ് എൻ്റെ സകല പ്രശ്നത്തിൻ്റെ. ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. പണ്ട് പറഞ്ഞു, കർത്താവേ, നീ എനിക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം എൻ്റെ കുഞ്ഞിന് ദൈവം തന്ന വാക്തത്വമാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ താളം തെറ്റാൻ തുടങ്ങിയപ്പോൾ പറയുന്നു, ദൈവമേ, എന്നാലും നീ എന്നോട് ഈ ചതി. സ്വത്രം. എൻ്റെ കുഞ്ഞിനെ ഈ ഗതികേടിക്കൊണ്ട് ചാടിച്ചല്ലോ. പണ്ട് അച്ഛൻ പറഞ്ഞത് വാക്തത്വമായിരുന്ന. ഇപ്പം അച്ഛൻ ദൈവത്തോട് പറയാം, നീ എന്നെ ഗതികേടി ചാടിച്ചെന്ന്. അയ്യോ, നിങ്ങളെന്താ സ്വത്രം പറയാത്തേ? ഹല്ലേലൂയ. ആൻറ്റി, നമ്മുടെ അവിടെ അടൂർ അച്ഛന്മാരൊക്കെ ചങ്ക് കീറുന്ന ദൂത് വന്നാൽ സ്വോത്രം പറഞ്ഞ് ആടിച്ച് ദൂരെ കളയും. ഹല്ലേലൂയ. നിങ്ങളിങ്ങനെ മൗനമായിരിക്കുമ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു ആശങ്കയാണ്. ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്വോത്രം. പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി, പരസ്പരം പഴിചാരാൻ തുടങ്ങി. പാപം വാഴാൻ തുടങ്ങിയപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നു, പഴിചാരുന്നു. സ്വതന്ത്രം. വാസ്തവത്തിൽ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച ഇതൊക്കെ തന്നെയാണ്. കാര്യമൊന്നുമില്ല. പിന്നിൽ സാത്താൻ കുടുംബ ബന്ധങ്ങളെ അമ്മാനമാടുകയാ, കുടുംബജീവിതങ്ങളെ തകർക്കുകയാ. ഈ രാത്രി കുടുംബങ്ങൾക്കകത്ത് കളവിതയ്ക്കാൻ നിൽക്കുന്നവനെ രക്തം കൊണ്ട് മുദ്ര വെച്ച് കോട്ടകാത്ത് പ്രാർത്ഥിക്കാൻ കൃപ പ്രാപിച്ച മാതാപിതാക്കന്മാർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. അവർ ശക്തിയോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. സമയത്തിൻ്റെ പരിമിതി എൻ്റെ മുന്നിലുണ്ട്, ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. സ്വതന്ത്രം. ആദം ഹവ്വ ദമ്പതികൾ മഹത്വത്തിൽ വസിച്ച കുടുംബം ഒറ്റ നിമിഷം കൊണ്ട് പെരുവഴിയിൽ ഇറങ്ങേണ്ടി വന്നു.
പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? അവൻ പറുദീസയുടെ മഹത്വത്തിൽ നിന്ന കുടുംബത്തെ അവൻ പെരുവഴിയിൽ ഇറങ്ങേണ്ടി വന്നു. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് പിശാച് കള വിതയ്ക്കുന്നത് നിന്നെ പെരുവഴിയിൽ ഇറക്കാനാ, നിന്റെ കുടുംബത്തെ പെരുവഴിയിൽ ഇറക്കാനാ, നിന്നെ വഴിയാധാരമാക്കാനാ, നിന്നെ വഴിയാധാരമാക്കാനാ, പെരുവഴിയിൽ ഇറക്കാനാ. ഈ രാത്രി സാത്താന്യ തന്ത്രത്തെ നീ തിരിച്ചറിയ. ആമേൻ, ആമേൻ. പിശാചിന് എപ്പോഴും തലമുറയെ മതി. ആദം ഹവ്വ ദമ്പതികൾ പരാജയപ്പെട്ടു. തലമുറ കയീനും ഹാബേലും ഒന്നിച്ച് ആരാധിക്കാൻ പോയി. ആരാധന കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരുത്തൻ കോപം കൊണ്ട് ജ്വലിക്കുകയാണ്. സ്തോത്രം. എൻ്റെ പ്രിയരെ, ഒന്നിച്ച് ആരാധിച്ചവർ, ഒരു ദൈവത്തെ ആരാധിച്ചവർ, ആരാധന കഴിഞ്ഞപ്പോൾ ഒരുത്തിന് കോപം, വിദ്വേഷം. ആമേൻ. സംഭവിച്ചത് കയീൻ ഹാബേലിനെ കൊന്നുകളഞ്ഞു. ആരാധന കഴിഞ്ഞപ്പോൾ കൊലപാതകം, ആരാധന കഴിഞ്ഞപ്പോൾ പക, വിദ്വേഷം. ആരാധിച്ചത് ഒറ്റ ദൈവത്തെ. ഒന്നിച്ചിരുന്ന് ആരാധിച്ചിട്ട് മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയാതെ, മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയാതെ, പരസ്പരം കൈകൊടുക്കാൻ കഴിയാതെ, ഒരു നല്ല ചുംബനം കൊടുക്കാൻ കഴിയാതെ, ആരാധന കഴിഞ്ഞ് ഇന്നും വൈരാഗ്യ ബുദ്ധിയോടെ പലരും ആരാധനയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ജയോത്സവം വർഷിപ്പ് സെന്റർ ഇവിടെ വ്യത്യസ്തരാകട്ടെ, ഇവിടെ വ്യത്യസ്തരാകട്ടെ. സ്തോത്രം. ഹാബേലിനെ കൊന്നു. കയീൻ കൊലപാതകനായി നാട് വിട്ടു. പിശാച് ഊറിച്ചിരിക്കുക. തീർന്നടാ, എല്ലാം കുടുംബം തകർന്നു, തലമുറ മൊത്തം തകർന്നു, ആരാധന തീർന്നു. സ്തോത്രം. ദൈവം ഇതാ പകരം ഒരു മകനെ കൊണ്ടുവരുന്നു, ശേത്ത്. അവനൊരു മകൻ ഏനോശ്. അവന്റെ കാലത്ത് യഹോവയുടെ നാമത്തിൽ ഭൂമിയിൽ ആരാധന തീർന്നില്ല. ഏനോശിനൊരു മകൻ കേനാൻ, കേനാനൊരു മകൻ മഹലേല്. അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നപ്പോൾ ദൈവം അവനെ അങ്ങ് എടുത്തു. അവൻ കയീന്റെ തലമുറ ലോകത്തെ പണിതപ്പോൾ ആരാധിക്കാൻ നിന്ന തലമുറയെ സ്വർഗം ചേർത്ത് നിർത്തുകയാണ്. ഇന്ന് രാത്രി നീ ദൈവത്തോട് ചേർന്ന് നടക്കുന്നെങ്കിൽ നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവനൊരു മകൻ, ദൈവത്തിന് സ്വന്തം ബദിശയിലേക്ക് പിന്നിഞ്ഞോട്ട് ലാമേക്കിനൊരു മകൻ നോഹ. വഷളത്വം നിറഞ്ഞ തലമുറയിൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു, യഹോവയുടെ കൃപ ലഭിച്ചു. നോഹ മാനസാന്തരം പ്രസംഗിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഇനിയും മാനസാന്തരം പ്രസംഗിക്കാൻ ഈ തലമുറയിൽ, ഈ സഭയ്ക്കകത്തുനിന്ന് ചിലരെ, ഈ സെന്ററിന് ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. മാനസാന്തരം പ്രസംഗിക്കാൻ, കലർപ്പില്ലാത്ത വചനം പ്രസംഗിക്കാൻ, സുവിശേഷം പ്രസംഗിക്കാൻ അഭിഷേകമുള്ള ഒരു ജനറേഷൻ എഴുന്നേൽക്കട്ടെ. ശ്രദ്ധിച്ചു കേൾക്കണം പ്രിയരെ. സ്തോത്രം. വഷളത്വം നിറഞ്ഞ തലമുറയിൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. സ്തോത്രം. നോഹ പെട്ടകം പണിതു, അരരാത്തിൽ ഉറച്ചു. വെള്ളം ആമേൻ കയറി. ദൈവത്തിന് നമ്മൾ അറിയുന്നു, പെട്ടകം അരരാത്തിൽ ഉറച്ചു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു കൃഷി നടത്തി. ആ കൃഷി ആമേൻ തലമുറയെ പലതിനെയും പരാജയത്തിലേക്ക് കൊണ്ടുപോയി. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പക്ഷേ ആ ജനറേഷൻ അകത്ത് ദൈവം നോക്കിയപ്പോൾ അബ്രഹാമിനെ കിട്ടി. അബ്രഹാമിന് ദൈവം പിടിച്ചു. അബ്രഹാമിലൂടെ മാനവകുലത്തിൻ്റെ രക്ഷയുടെ കാര്യപരിപാടി ദൈവം ആവിഷ്കരിക്കാൻ തുടങ്ങി. പക്ഷേ ആ തലമുറകളിൽ ഓരോന്നിനെ തകർക്കാൻ പിശാച് കയറി. അബ്രഹാം വാഗ്ദത്തം മുറുകെ പിടിച്ചപ്പോൾ ഇടയ്ക്ക് ഒരു ഇശ്മായേൽ കയറി വന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്നും ആ ഇശ്മായേൽ ഇന്നും ലോകത്തെ കത്തിച്ചു കൊണ്ടിരിക്കുകയാ. എപ്പോൾ അബ്രഹാം മാനുഷിക ചിന്തക്ക് ജഡത്തിന് കൈകൊടുത്തോ, ആ കൈകൊടുത്തത് ഇന്ന് ലോകത്തെ ആ തലമുറ കത്തിച്ചു കൊണ്ടിരിക്കുകയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. വാഗ്ദത്തത്തിന് വിരോധമായി ചലിക്കരുത്. സ്തോത്രം. അബ്രഹാം പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു തലമുറയെ തരും. സാറാമ്മച്ചി പറഞ്ഞു, ഇനി എത്ര ആളെ കാത്തിരിക്കുന്നേ? ആമേൻ, ഇതാ നിന്റെ ദാസി. ഒരു തലമുറ ജനിച്ചു. ആരാ? ഇശ്മായേൽ. സ്തോത്രം. ഇസഹാക്ക് ജനിച്ചു. അന്ന് മുതൽ അടി അവിടെ തുടങ്ങിയതാ. ഇന്നും അടി തീർന്നിട്ടില്ല. ഇന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ കത്തുകയാണ്. കുടുംബത്തിനകത്ത് പിശാച് കളവിതച്ചപ്പോൾ ഒരു വർഷം കൊണ്ട് തീർന്നില്ല. ഇനി ഈ കാലം അവസാനിക്കും വരെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് കളവിതയ്ക്കുമ്പോൾ മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ അത് അവസാനിക്കുമെന്ന് ചിന്തിക്കരുത്. നിന്റെ ആയുഷ്കാലം അത്രയും നിന്നെ ഉഴുതുമറിക്കത്തക്ക വിധത്തിൽ പിശാച് കളവിതയ്ക്കാനുള്ള പദ്ധതി. Oh Jesus, Jesus. Hallelujah. ഇസഹാക്ക് തൊട്ടുള്ള ചരിത്രം ഇങ്ങോട്ട് വരട്ടെ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു,
നിനക്ക് ഞാനൊരു തലമുറയെ തരും. അബ്രഹാമിന്റെ കൊച്ചുമകൻ യാക്കോബിനെ ദൈവം ഒരു രാഷ്ട്രമായി അംഗീകരിച്ചു. സ്വതന്ത്രം വിശ്വാസത്താൽ ഇറങ്ങിയവന്റെ തലമുറയെ ദൈവം രാഷ്ട്രങ്ങളാക്കി, രാജാക്കന്മാരാക്കി, വംശങ്ങളാക്കി, ജാതികളാക്കി. പക്ഷേ കള വിതച്ചവൻ പിന്നെയും പലതിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയത്തിന്റെ പരിമിതി എൻ്റെ മുൻപിലുണ്ട്. ആമേൻ. കുടുംബത്തിനകത്ത് കള വിതച്ച് ഛിന്നാഭിന്നമാക്കാൻ, തകർത്ത് തരിപ്പടമാക്കാൻ, 4 വഴിക്ക് ചിതറിച്ചു കളയാൻ, കാക്കയെറിയുന്ന കല്ലുപോലെ ചിതറിച്ചു കളയാൻ നിൽക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾക്ക് മുൻപിൽ അടിയറവ് പറയുന്ന ഒരു അഭിഷേകമല്ല നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നത്. കണ്ണുകൾ അടച്ച് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. റബനം ശകൽ ഖരാധനാദിയ അർത്ഥവേദ വൈഡമന ശകൽ ഖരകസിയാന അധുര മനഘടക ഷൈഡ മനകസിയാന. കുടുംബത്തിന് പ്രാധാന്യമുണ്ട്. ആദിമ സഭയ്ക്കകത്ത് അനന്യാസ് സഫീറ കുടുംബത്തിനകത്ത് പിശാച് കള വിതച്ചു. പടാന്ന് 2 പെട്ടി കുടുംബത്തിനകത്ത് കയറി വന്നു. അടക രഹസ്യ കണ്ടോ? ഓരോ കാലത്തിലും കുടുംബത്തിനകത്ത് കള വിതയ്ക്കാൻ പിശാച് നിൽക്കുമ്പോൾ ഇന്ന് രാത്രി നീ ഉറങ്ങരുത്, നീ പോകരുത്. കാമൻ ഗോതമ്പിനിടയിൽ കള വിതയ്ക്കാൻ ശത്രുവുണ്ട്. വ്യക്തിയിൽ കള വിതയ്ക്കാൻ, കുടുംബത്തിൽ കള വിതയ്ക്കാൻ പിശാചിനെ അനുവദിക്കാതെ ഇന്ന് രാത്രി നീ ഒന്ന് ഉണര്. പ്രാർത്ഥനയിലൊന്ന് ഉണര്, അഭിഷേകത്തിലൊന്ന് ഉണര്. ആ ശക്തി ഒന്ന് ഏറ്റെടുക്ക്. ചെറുത്തു നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ, എതിർത്തു നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ അവൻ നിന്നെ വിട്ടോടി മാറുന്ന രാത്രിയാ. പിശാചിനോട് എതിർത്തു നിൽക്ക്, അവൻ നിന്നെ വിട്ടോടി മാറുന്ന രാത്രി. ഒരു നിമിഷം എല്ലാവരും അതാത് സ്ഥാനത്ത് എഴുന്നേൽക്കാം. പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. കള വിതയ്ക്കാൻ അനുവദിക്കരുത്. ഒരു ഭയങ്കര പദ്ധതിയുള്ള മനുഷ്യന്റെ മേൽ പിശാച് കള വിതച്ചു. നാം ചിന്തിക്കാത്ത ആളുകളെ കയ്യിലെടുക്കാൻ നിൽക്കുന്ന പിശാചിന്റെ പദ്ധതികൾ ഇന്ന് രാത്രി ദൈവം പൊളിക്കുകയാണ്. ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടുന്ന, ആത്മമണ്ഡലത്തിന് പ്രയോജനപ്പെടുന്ന, ദൈവസഭയ്ക്ക് തൂണുകളായി നിൽക്കേണ്ടുന്ന ചില പത്രോസുമാരെ കയ്യിലെടുക്കാൻ പിന്നിൽ നിന്ന സാത്താന്യ തന്ത്രങ്ങളെ 19ാമത്തെ രാത്രിയിൽ സ്വർഗം തകർത്തെറിഞ്ഞ്, ഇത് ദൈവത്തിന് നിന്നോടുള്ള നീതിയാ, സഭയോടുള്ള നീതിയാ. വിശ്വസിക്കുന്നവർ ശക്തമായി പ്രാർത്ഥിക്കേണ്ടവർ മുന്നോട്ട് കയറി നിന്ന് നാം ഒന്നിച്ച് ആരാധിക്കാൻ പോകുക. ഇന്ന് രാത്രിയുടെ ഒരു വിടുതൽ ഇവിടെ വ്യാപരിക്കാൻ പോകുകയാണ്. കുടുംബങ്ങൾക്കകത്തൊരു വിടുതൽ വ്യാപരിക്കാൻ പോകുകയാണ്. ആമേൻ. രോഗികളായി ഭാരപ്പെടുന്നവർ, കഷ്ടം അനുഭവിക്കുന്നവർ, ഇന്ന് രാത്രി പ്രാർത്ഥന കൊതിക്കുന്നവർ മുൻപോട്ട് കയറിക്കട്ടെ. അല്പസമയം നമ്മൾ ആരാധിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. വലിയൊരു ദൈവമഹത്വം ഇതിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന് കീഴടങ്ങട്ടെ, പിശാചിനോട് എതിർത്തു നിൽക്കട്ടെ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ചേർത്തടിച്ച് രാത്രിവൻ ആരാധന. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഹിനിക്കുണ്ട്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഹിനിക്കുണ്ട്. ആത്മശക്തിയാ എന്നെ നയിക്കും, ആത്മനാഥനൻ കൂടെയുണ്ടെന്നും. ആത്മശക്തിയാ എന്നെ നയിക്കും, ആത്മനാഥനൻ കൂടെയുണ്ടെന്നും. എന്നെ അറിയാ, എന്നെ നടത്താ, എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാ, എന്നെ നടത്താ, എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ചൂടുവാ